ശരപഞ്ചരെ ഗോകുലമാളത്തെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടോ, അടിപൊളി 4K കാണണ്ട തന്നെയാണ്. കാരണം ഇന്നത്തെ യുവാക്കൾ വരെ ഹരം കൊടുക്കുന്ന അല്ലേ, അടിപൊളി അടിപൊളിയാണല്ലേ, അടിപൊളി അടിപൊളി. സൂപ്പർ അടിപൊളിയല്ലേ, അടിപൊളി ക്ലിയർ അല്ലേ, അടിപൊളി അടിപൊളി ക്ലിയർ ആയിരിക്കും. എന്താ പേര്? പ്രജു. അവന്റെ പേര് പ്രജു ആൻഡ് പ്രഭ. ഇവർ വന്നിട്ടുള്ളത് ഷൊർണൂറിനാണ്. അപ്പോൾ ഇവരിപ്പോൾ മാങ്കാവിലാണ് താമസം. അതെ, വന്നത് മാങ്കാവിലാണ് താമസം. ഇന്ന് വരുമ്പോൾ ഇപ്പോൾ ഗോകുലമാളിൽ വന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ജയൻ്റെ ശരപഞ്ചൻ സിനിമ കളിക്കുന്നുണ്ട്. അമ്മ ജയൻ്റെ വലിയൊരു ഫാനാണ്. പിന്നെ അമ്മേനോട് നമുക്ക് കാര്യങ്ങൾ അമ്മയ്ക്ക് എന്താ അതിനെ പറ്റി ജയൻ്റെ ഒരു ആവേശ കാലഘട്ടം എന്ന് പറയാൻ പറ്റുമോ? നാൽപ്പത് കൊല്ലമായി ഈ സിനിമ കണ്ട്. 40 കൊല്ലം. 40 കൊല്ലത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കയറുന്നത്. ഇന്ന് വരെ തിയേറ്ററിൽ കയറിയില്ല. അതാണ് ജയൻ. സിനിമയില് ഒരുപാട് നായകന്മാരുണ്ട്. എങ്കിലും ഇന്നും അനശ്വരനായ ഒരു കഥാപാത്രത്തിൻ്റെ റീ റിലീസിങ് സിനിമ ശരപഞ്ചരം ഇന്ന് കോഴിക്കോട് ഗോകുൽമാളിൽ വളരെ ആവേശപൂർവ്വം ഒരുപാട് ചെറുപ്പക്കാർ ഈ ജയനെ ഇന്നും ആവേശത്തോടുകൂടി നെഞ്ചിലേക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ശരപഞ്ചരം എന്നുള്ള സിനിമ. ഇപ്പോൾ നമ്മളോട് കൂടെ ഉള്ളത് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായ ചന്ദ്രേട്ടനാണ്. സിറ്റിസൺ സിനിമയുടെ സിറ്റിസൺ റിലീസ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇന്നും ആ സിനിമ എടുക്കാനുള്ള ആ ഒരു ആവേശവും ധൈര്യവും എങ്ങനെയാണ് ചന്ദ്രേട്ട പറഞ്ഞോളൂ ജനങ്ങളോട്? ഇത് നമ്മുടെ എറണാകുളത്ത് നിന്ന് പവർസാർ എന്ന് പറഞ്ഞ ഒരാളാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇനിയും ഫിലിമിൻ്റെ ഒരു നല്ലൊരു ആരാധന കൂടിയാണ്. നിറയെ നമുക്ക് വാട്സപ്പിലൊക്കെ നോക്കിയിട്ടാണ് നിറയെ എല്ലാ ചുറ്റും കാണാൻ മനസ്സിലാവും. പക്ഷെ അദ്ദേഹം ഇനിയും കുറേ സിനിമ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണം കാണുമ്പോഴാണ് ഒരു ആവേശം ഉണ്ടാവുക. പക്ഷെ എന്താണെങ്കിലും 40 വർഷത്തോളം ആയാലും ഒരു 10-35 വർഷത്തിൻ്റെ ഒരു 30 വയസ്സായ ആളുകളൊന്നും അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ വഴിയില്ല ഒരു തിയേറ്ററിൽ. അപ്പോൾ ഇതൊരു പുതിയ അനുഭവം ആവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഞങ്ങൾ പുറത്തിറക്കുന്നത്. അപ്പോൾ അത് അവരെ കലാകാരന്മാരും പഴയ കലാകാരന്മാരെ സ്നേഹിക്കുന്നവരും അവർ മുന്നോട്ട് വരണം, പ്രോത്സാഹിപ്പിച്ച് നല്ല വിജയമാക്കി എടുക്കണം. അപ്പോഴാണല്ലോ വീണ്ടും വീണ്ടും നമ്മുടെ അനശ്വരനായ ജയൻ്റെ സിനിമ വീണ്ടും വരാനൊരു താല്പര്യമാവുക. ജയേട്ടൻ 6 വർഷമാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ജയേട്ടൻ വയസ്സ് 42 വയസ്സാണ് ജയേട്ടന്. ഇന്നും 42. അതെ, ഇന്നും 42ആണ് ജയേട്ടന്. അതുകൊണ്ടാണ് ജയേട്ടൻ്റെ പടം കാണാൻ അതും റീ റിലീസിങ്ങിനായിട്ട് ഇത്രയും ആളുകൾ താല്പര്യപ്പെടുന്നത് അല്ലേ? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും വർഷം മുമ്പ് ഒരു സിനിമ കാണാത്ത ആൾ ഒരു ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ഇറങ്ങിയ സിനിമയാണ്. അന്നത്തെ കാലത്ത് 40 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ ഇപ്പം വീണ്ടും ഇത്രയും ജനം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും ആ അനശ്വര കലാകാരൻ്റെ സ്നേഹം, ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം, കലാപ്രേമികൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം, അതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തുടർന്നും ഉണ്ടാവണം. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ആ അനശ്വരനായ കലാകാരനെ നമ്മളെ മുൻപിൽ നിലനിർത്തണം അല്ലേ? അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനം നൽകണം. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ സിറ്റിസൺ ഫിലിംസിലൂടെ നമുക്ക് പുറത്തിറങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചന്ദ്രേട്ടനോട് അതുമായിട്ട് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. കാരണം എന്താ, ഇന്നത്തെ യുവതലമുറയ്ക്ക് ജയൻ എന്താണ് എന്നുള്ളത് കാണിക്കാനുള്ള മാനുഷികനല്ല, ആ വ്യക്തി ഒരു മനുഷ്യ സ്നേഹിക്കും കൂടിയാണ്. അപ്പോൾ ഇത് വെള്ളിത്തിരയിൽ തന്നെയാണ്, നിങ്ങൾ തന്നെ കാണണം. എന്താകും കൂടി പറഞ്ഞോളൂ. നമ്മളെല്ലാവരും ഈ സിനിമയെ കണ്ട് പഴയ സിനിമയെ സ്നേഹിക്കുന്നത് മാത്രമല്ല, നമ്മൾ ജയനെപ്പോലൊരു അദ്ദേഹത്തെപ്പോലെ അനശ്വരനായ ജയനെപ്പോലൊരു കലാകാരനെ ഓർമ്മിക്കാനും ഒന്നും കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താനും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനും നിങ്ങൾക്ക് കണ്ട
നല്ലൊരു അവസരമാണ്. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. മാക്സിമം നിങ്ങളിത് സപ്പോർട്ട് ചെയ്താൽ നമുക്കിത് ഒന്നും കൂടി ഒരു പ്രചോദനമാവും. തീർച്ചയായിട്ടും കാരണം ഒരുപാട് പഠനം ആയിക്കോട്ടെ. അമ്മയ്ക്ക് 26 വയസ്സായി, 27 വയസ്സായി. ആ ഇഷ്ടം കൊണ്ടാ വന്നത്. അമ്മേന്റെ അല്ല ജയന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അത് പണ്ട് ഒരു പ്രാവശ്യമല്ല, 4-5 പ്രാവശ്യം കാണും. അവ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ ശരവഞ്ചരം കണ്ട് ഇറങ്ങി പോകുമ്പോ 4K സിസ്റ്റത്തിലാണ് ഇപ്പൊ നമ്മളെ ശരവഞ്ചരത്തിന്റെ കളി. അങ്ങനെയുണ്ട് സൗണ്ടൊക്കെ. സൗണ്ടൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ, കണ്ടാ പോലെ. ആ അതാണ് നമുക്ക് സൗണ്ടൊന്നും നമുക്ക് വിഷയമില്ല. നമുക്ക് സൗണ്ട് ജയനെ നമ്മുടെ തിരുച്ചിയിൽ കാണാന്ന്. അതാണ് വളരെ സന്തോഷമായി. കടടച്ചിട്ടാ വന്നത്, നമ്മൾ ഷോപ്പ് അടച്ചിട്ടാ വന്നിട്ടുള്ളത് പടം കാണാൻ വേണ്ടി. നന്നായി. 44 വർഷം മുന്നേ തിയേറ്ററിൽ കയറിയ ആളാണ്. എന്നെ വിശ്വാസമാണ്. അതെന്താ അറിയാം. 44 വർഷം ഡെയിലി ഓരോ സിനിമകളിൽ രാത്രിയാകുമ്പോൾ തിയേറ്ററിൽ സിനിമ കാണുന്ന ആളാണ്. പെട്ടെന്നാണ് അദ്ദേഹം പോയത്. പിന്നെ സിനിമയോടുള്ള താല്പര്യമില്ല. ഞാൻ തിരുവനന്തപുരത്ത് പിന്നെ ഒരു ദിവസം തിരുവനന്തപുരം പുലി മുരുകൻ എന്ന സിനിമ കേട്ട് എല്ലാവരും വന്ന് ഭയങ്കര പടം പറഞ്ഞ് 10 മിനിറ്റാണ് ഇന്ന് എനിക്ക് തിരുവനന്തപുരം തിരുവോർക്കുള്ള ടിക്കറ്റിനോട്. പിന്നെ എന്നാ കാണുന്നത് 43 സത്യമാണ്. പടത്തിന് അതോടെ അതല്ല ഏട്ടാ, ഈ പടത്തിന് എന്തെങ്കിലും നമ്മളെ ഇന്നത്തെ കാലത്തെ എഫക്റ്റുകൾ 4K ആണല്ലോ സംവിധാനം. എന്താണ് അഭിപ്രായം? അല്ല നമുക്ക് പിന്നെ എന്ത് കണ്ടാലും ജയൻ ഉണ്ടായാൽ മതി എന്നുള്ള, അല്ലാതെ ശബ്ദ എഫക്റ്റുകൾക്ക് എന്താ പറയാ? ഏറ്റിട്ടില്ല. ആ ഗാന്ധി ഇപ്പോഴും ഉണ്ട്. 44-45 തുടങ്ങിയിട്ട് മാറ്റം വന്നില്ല. ശബ്ദമായാലും പിന്നെ നർത്തന്റെ സ്റ്റൈലിലും മാനസികമായ നർത്തമുണ്ട്. അത് വേറെ സഹായിച്ച ആൾക്കാരൊക്കെ കോഴി സിനിമ കഴിക്കും. ജയൻ എന്ന് പറഞ്ഞ പേരാമ്പ്രം ബസ് കോഴിക്കോട് ആദ്യം പെട്ടിപ്പിട്ട് ഇട്ട് കൊടുത്താൽ ജയൻ കോഴിക്കോട് ദേവേശ്വര തിയേറ്ററിൻ്റെ സൈഡിൽ പെട്ടിക്കോട് ഇട്ടിട്ടത് വിച്ചുക്കളാവുന്ന ആൾ അങ്ങാടി ഷൂട്ടിങ്ങിന് വന്നപ്പം വിച്ചുക്കള വന്നിട്ട് അവർക്ക് പാവങ്ങളെ സഹായിക്കുന്നത് നീ ചെയ്ത് കൊടുക്കാനാണ്. 1100 റുപ്യ അങ്ങനൊരു പെട്ടിക്കൂടിന് അന്നത്തെ കാലത്ത് എല്ലാ സംവിധാനവും ഉണ്ടായിരുന്നു. എല്ലാം ഫുൾ സാധനം എടുത്ത് 1100 കല്ലായിരമാണ് അദ്ദേഹം വാങ്ങിക്കൊടുത്തത്. ആ പാർട്ടി അയാൾ മരിച്ചു പോയി. അയാളെ മക്കളൊക്കെ നന്നായി. ആ പെട്ടിക്കൂടുന്നതിൽ വിനോദം എടുക്കുന്ന ഒരു ബസ്സാണ് പേരാമ്പ്ര കോഴിക്കോട് ജയന്ന് പേരിട്ടുള്ള. അത് ഇത്രത്തോളം പുണ്യങ്ങൾ ചെയ്തതാണ്. അന്ന് ഞാൻ ഓർക്കുന്ന പുതിയ പാലം ജോലി ചെയ്യുന്നേരം എൻ്റെ ഷർട്ട് കീറിയത് കണ്ടതിനായിട്ട് അത്ര ഷർട്ട് കീറിയെന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് രാത്രി വൈകുന്നേരമാകുമ്പം അടക്കി പുറത്തിടും, രാവിലെ ആകുമ്പോഴത്തേടും. അങ്ങനെ കുറേ ഭാഗം കീറിയത് കണ്ടിട്ട് അദ്ദേഹം 300 റുപ്യ തന്ന ആളാണ് അക്കാലത്ത് 1979. അപ്പൊ ഇപ്പൊ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഇപ്പൊ ഇറങ്ങി പോണേ. ഇന്നലെ രാത്രി 2 മണിക്ക് ഒന്നാളാണ് ഞാൻ ഈ സിനിമന്റെ ആലോചിച്ചിട്ട് ശരവഞ്ചത്തിന് പോകാൻ വെക്കുക. ആ പഴയ കാലല്ലേ നമ്മളെ. അതെ, പിന്നെ ഉറങ്ങിയില്ല. അത് മതി ഉറക്കുന്നത് ആരോഗ്യം ഈ ഒരു ഊർജം മാത്രം മതി നമുക്ക് ഇനി കൊറേ കാലത്ത്. 70 വയസ്സായി. 70ാമത്തെ വയസ്സാ. ഒരു ബുദ്ധിമുട്ടുമില്ല. രാവിലെ എഴുന്നേൽക്കും, ഓട്ടോറിക്ഷയിൽ പോകും, വൈകുന്നേരം കുടുംബം നോക്കും. ഒരു ബുദ്ധിമുട്ടില്ല. ആരോഗ്യപരമായിട്ട് നമുക്ക് ഇയാളെ ഒരു ഊർജ്ജം തന്നെ. അതന്നെ അയാൾ തന്ന ഊർജ്ജം തന്നെയാണ് ജയേട്ടൻ. പുകവലിയും കള്ളും വെള്ളമൊന്നും ഇല്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് ഇല്ലാത്ത ഒരാളാണ്. ആ ശീലങ്ങളെ എപ്പോഴും വളർത്തുന്നതിന് പോലെയാണ്. പുകവലില്ല, വെള്ളടിക്കുന്നു. 70 വയസ്സിൽ പിള്ളേർക്ക് നടക്കാൻ കഴിയുന്നത് എന്തോ ഒരു വല്ലാതെയാണ്. ഒരു ഊർജ്ജം. ഞാൻ 8 പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസാകുന്നത് കോഴിക്കോട് ഡേയ്സിൽ വെച്ചിട്ട്. അല്ല വേറൊരു കാര്യം കേട്ടോ, നിങ്ങളെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ആലിക്കോയ. ആലിക്കോ. അതല്ല, നിങ്ങൾ ഗൾഫിൽ പോകാൻ നിൽക്കുകയായിരുന്നു. ജയൻ്റെ പടം ഇറങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് ദുബായ് പോലെ നിർത്തി വെച്ച് പറഞ്ഞു. അത് പിന്നെ അല്ല, ഗൾഫിൽ നിന്ന് വന്നത് നിങ്ങൾ കുറേ നിങ്ങളെ സ്വന്തം ചെലവിൽ പോസ്റ്റർ അടിച്ചു, കോഴിക്കോട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഒട്ടിച്ചു. അപ്പോൾ ആ ഒരു ആളെ കാണാൻ തന്നെയാണ് ഞാൻ വന്നതും. നമ്മളത് പൈസ ചെലവാക്കി അത് പറയാൻ വേണ്ടിയിട്ടല്ല, അത് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കാണാനും അത് നല്ല രീതിയിൽ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ അന്നത്തെ നമ്മളാ കാലത്തുള്ള ആ ഒരു ഊർജ്ജം ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ ഒരു ആവേശമൊന്നും ഇവിടെ അല്ലേ, ശരിയല്ലേ? കാരണം 40 വർഷം മുമ്പ് കണ്ട ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ ഒന്നും ആരാധിക്കുകയാണ്, ശരിയല്ലേ? 44 വർഷമായി മരണപ്പെട്ടിട്ടുണ്ട്. അതെ, ഇത് പടം റിലീസ് ചെയ്തിട്ട് 46 വർഷം. 46 കൊല്ലം. അപ്പോൾ അത് ഞാൻ കോഴിക്കോട് ആദ്യമായിട്ട് കാണുന്നത് മാങ്കാവ് അശോകനായിരുന്നു.
അത്ര ക്ലിയർ ഒന്നുമില്ല. ഇന്നിപ്പോൾ നല്ല ക്ലിയറിലും നല്ല ശബ്ദത്തിലും കാണാൻ പറ്റി. സൗണ്ട് എഫക്റ്റ് ഒക്കെ സൗണ്ട് എഫക്ട്സ് ഒക്കെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഇത്രത്തോളം കിട്ടിയല്ലോ. കാരണം അവൈലബിൾ ആയ നെഗറ്റീവ് പോസിറ്റീവ് എന്നല്ല കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തെടുത്തിട്ട് എനിക്ക് തോന്നുന്നത് സൈനയുടെ അണ്ടറിലാണ് ഇതിൻ്റെ കാസറ്റ്സ് ഒക്കെ ഉള്ളത്. അങ്ങനെ അവരോട് ടൈപ്പ് ആയിട്ടാണ് ഇത് ചെയ്തതെന്ന് വിചാരിക്കുന്നത്. പല പരസ്യത്തിൽ അവരിതുണ്ട്. പിന്നെ അതിപ്പോൾ കേരളത്തിലെല്ലാ 62ഓളം സ്റ്റേഷനുകൾ കിട്ടി, തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതന്നെ ഒരുപാട് വലിയ വലിയ പുതിയ പടങ്ങളുടെ ഇടയിൽ ഇത് ഇപ്പോഴും നിൽക്കുന്ന തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് പോസ്റ്ററൊക്കെ നമ്മളൊക്കെ ഡിസ്ട്രിബ്യൂട്ടർ ഓഫീസിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ തന്നെ ഒട്ടിച്ച് പിന്നെ സ്വന്തമായിട്ട് ബോർഡ് നമ്മൾ ഫിറ്റ് ചെയ്തു. അത് ജയൻ ആരാധകർ ജയന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം ബ്രൂസിലിയുടെ ഒരു ചിത്രം വരെ ഇപ്പോൾ മറ്റേ സിംഗപ്പൂരും അല്ലെങ്കിൽ ചൈനയിൽ റിലീസ് ചെയ്യുകയാണെങ്കിലും ആൾക്കാർ ഇങ്ങനെ ചെയ്യില്ല. ജയൻ സാറിൻ്റെ ആരാധകർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കേരളം കംപ്ലീറ്റ് ഇപ്പോൾ മൂവാറ്റുപുഴ സ്റ്റാലിൻ നമ്മുടെ സ്റ്റാനിച്ചേട്ടൻ എന്ന ആൾ സ്വന്തം കയ്യിൽ പൈസ എടുത്തിട്ട് അവിടെ കുറേ പോസ്റ്ററുകളൊക്കെ വെച്ചു. പിന്നെ ജീപ്പിൽ അനൗൺസ്മെൻറ്റ് റെഡിയാക്കിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൊല്ലത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും എറണാകുളം തൃശ്ശൂരൊക്കെ ഭയങ്കരമാണ്. കോഴിക്കോടിനേക്കാൾ കൂടുതലാണ് ഒരുപാട്. അല്ല, എന്നാലും വേറൊരു കാര്യം പറയണ്ട, ഇതിൽ ഓൺലൈനിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മളെ ടൗണിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് പോസ്റ്ററുകളൊക്കെ ഒരു കുറവായി തോന്നുന്നില്ലേ? കോഴിക്കോട് എൻ്റെ അഭിപ്രായത്തിൽ കുറവാണെന്നുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടർ കുറച്ച് കോഴിക്കോട് കുറവാണ് വിചാരിക്കുന്നത്. ബാക്കി എറണാകുളത്തൊക്കെ വലിയ വലിയ ഫ്ലക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ വലിയ തിയേറ്ററിലൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കോഴിക്കോടിനേക്കാൾ കൂടുതലും ജന ആരാധകർ തൃശ്ശൂരൊക്കെ കൂടുതലാണ്. കാരണം ലോകത്ത് തന്നെ നമ്മളൊരു ഒരു നടന്റെ പേരിൽ ബസ് സ്റ്റോപ്പുകൾ എവിടെയാണ്? മണ്ണുത്തിയിലാണുള്ളത്. ലോകത്ത് തന്നെ അവിടെ വേറൊരു നടന്റെ പേരുണ്ടാവില്ല ലോകത്തിൽ. അതൊരു ഭയങ്കര സംഭവമാണ്. അതിന് നമ്മളെ സുനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സുനിൽ മണ്ണൂത്തിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് പോസ്റ്ററുകളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ജയൻ എന്ന് പറഞ്ഞ നടന് ഒരു ഭയങ്കര സംഭവമാണ്. കാരണം ജയൻ സാർ മരിക്കുന്ന മുമ്പ് 2 പടം കാണാൻ പറ്റും. ഒന്ന് അങ്ങാടി ഏപ്രിൽ, ഒക്ടോബറിൽ ചാകര. കഴിഞ്ഞ് ആ നടനെ അടുത്ത മാസം മരിക്കുകയാണ്. അന്നേക്ക് 11 വയസ്സുള്ളൂ. അതുകൊണ്ട് ജയനപ്പുറം വേറെ നടൻ നമുക്ക് ഇന്നിപ്പോഴും ഇഷ്ടമല്ല. അതാണ് സത്യം. സിനിമ ജയൻ്റെ സിനിമ 40 വർഷം മുമ്പ് റിലീസ് ചെയ്ത അന്നത്തെ ഒരു ആവേശത്തിൽ തന്നെയാണ് കാണാൻ വന്നത്. ചെറുപ്പത്തിലും കണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സിനിമയ്ക്ക് പരസ്യം കുറവാണ്, പബ്ലിസിറ്റി കുറവാണ്. മറ്റ് സിനിമകൾ, പുതിയ സിനിമകളൊക്കെ വരുമ്പോൾ അത് എമ്പുരാനൊക്കെ വന്ന സമയത്ത് യൂട്യൂബിലും അതേപോലെ തന്നെ എല്ലാത്തിലും എല്ലാ മേഖലയിലും എല്ലാം നന്നായി പരസ്യം വരുമായിരുന്നു. ഇതിനും വളരെ മീഡിയയിലാണ് തന്നെ. ഇതിന് പരസ്യം കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ സംഗതി ശരിയാണ്. പരസ്യത്തിന് കുറവുണ്ട്, ശരിയാണ്. എന്നിട്ടും കോഴിക്കോട് നിന്ന് കാണാൻ വേണ്ടി പാലക്കാട് അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും വന്നു. പാലക്കാട്, അദ്ദേഹം മലപ്പുറത്തുനിന്ന് വരികയാണ്, അദ്ദേഹം മഞ്ചേരിയിൽ നിന്ന് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കാണുന്നുണ്ട്. വേറൊന്നുണ്ട്, ഇതേ സമയത്ത് ഇന്ന് തന്നെ ഇന്നത്തെ ഒരു മോഹൻലാലിൻ്റെ സിനിമയും കൂടി ഇറങ്ങി. അപ്പോൾ മോഹൻലാൽ ജയനാണെന്ന് ഇവിടെ അംഗം. അപ്പോൾ ഒരു അല്ലേ, നമ്മളെ ചെറുപ്പത്തിൽ ജയനായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അല്ലേ? എന്താ അഭിപ്രായം 4K ഇങ്ങനെ കണ്ടിട്ട്? പിള്ളേർ പറയുന്നതിലും വേലയാണ്. പിന്നെ എൻ്റെ അഭിനയൊക്കെ കാണുമ്പോൾ ഒരു സീന് പോലും ബോറെന്ന് പറയാനുള്ള അംശം പോലും ബോറെന്ന് പറയല്ലാത്തൊരു ഇന്നലെ ഓരോ സീനും ചിലപ്പോൾ ഹരിഹരൻ സാറിൻ്റെ ഡയറക്ഷനായതുകൊണ്ട് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നുണ്ട്. സ്കൂൾ പഠിക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ വീണ്ടും രണ്ടാമത് കാണാനുള്ള ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷം. കത്തി കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പട്ടമല്ല, ഒന്നിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കലാകാരൻ ഒടൂർ ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഒടൂർ ഉണ്ണികൃഷ്ണനെ ജയനെ ചിത്രക്കാരനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അയാളവിടെ കുടുംബക്കാരനായി മാറി അവിടുത്തെ പിന്നെ വീട്ടിലെ മുതലാളിയായി മാറുകയാണ്. എന്നിട്ട് ജയനെ കാണുമ്പോൾ ഇയാളോടുള്ള ഒരു ചെറുപ്പ്, ആ തൃപ്തി ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറയുന്നൊരു ഡയലോഗുണ്ട്, തമിഴല്ല പിന്നെ, കുതിരക്കാരനായി വന്ന് കുടുംബക്കാരനായി മാറിയ നിജമ്മ. അതിൽ ഒരു ദിവസം ജയം ഇറങ്ങി നിന്നിട്ട് മറ്റേ അയാളെ ഗുണ്ടേനോട് പോയിട്ട് പൊട്ടിക്കാൻ പറയും ഇല്ലേ? വളരെ എന്താണ്